എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ, ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. എഴുന്നള്ളുന്നു
അൾത്താരയിൽ ഒപ്പമായിട്ട് സന്നിഹിതനായിരിക്കും നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എളിമയോടുകൂടി നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യനായിട്ട് അവതരിച്ച ഈശോ തന്നെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നത്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ലോകത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവാണ് നമ്മുടെ മുമ്പിൽ ജീവനോടെ ഇപ്പം സന്നിഹിതനായിരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് 2 കരങ്ങളും നീട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു തമ്പുരാനാണ് ഇന്ന് നമുക്ക് വേണ്ടി ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നത്. ഈ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന കരങ്ങളുയർത്തി യാചനാപൂർവ്വം കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലുകയും ചെയ്യാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് സത്യമായും ദൈവമാണെന്ന്, അങ്ങ് സത്യമായും ജീവിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ ഈ ലോകത്തോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ ദേശത്തോട് കരുണയായിരിക്കണമേ, ഞങ്ങളോടും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരോടും കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. നമുക്കത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. എൻ്റെ ഹൃദയത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന തമ്പുരാനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞ കർത്താവാണ് എൻ്റെ ഹൃദയവിശുദ്ധിക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്നിൽ വാസം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുമ്പോൾ നമ്മെയും നമ്മുടെ ജീവിതത്തെ ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് കൊടുക്കാം. ഇത്രയും നാൾ ഞാൻ എന്തിനു വേണ്ടി ജീവിച്ചു? എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നോ? എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? ഞാനിന്ന് മരിച്ചാൽ എൻ്റെ മരണത്തിന് ശ്രേഷ്ഠതയുണ്ടാകുമോ? ദൈവം തന്ന ഈ ജീവിതത്തിന് ദൈവത്തിൻ്റെ ക്രമീകരണമനുസരിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണല്ലോ ഈ ജീവിതം ശ്രേഷ്ഠമായിട്ട് തീരുന്നത്. ഞാനൊരു ഭോഷനാണോ ഭോഷിയാണോ എന്നെൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ
കുറവുകളും പോരായ്മകളും എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പരിശ്രമിച്ചു. എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങൾക്ക് അഭിലാഷങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചു. ഈ ലോകത്തിന് വേണ്ടി മാത്രം ഈ ലോകത്തിൻ്റെ മിത്രമാകാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. യാക്കോസ്ലിയ നമ്മളെ പഠിപ്പിക്കുന്ന 4-ാം അധ്യായത്തിൽ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലെയോ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്ന്. ദൈവത്തെ സ്നേഹിക്കാൻ തന്നിരിക്കുന്ന, ദൈവസ്നേഹത്തിൽ ഹൃദയം നിറയ്ക്കാൻ തന്നിരിക്കുന്ന ഈ ജീവിതം, ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവണതകൾക്ക് അനുസരിച്ച്, അഭിലാഷങ്ങൾക്കനുസരിച്ച് ഇത്രയും നാളും ജീവിച്ചുവെങ്കിൽ ഞാനൊരു ഭോഷനായി തീരുമോ? ഞാനൊരു ഭോഷിയായിട്ട് തീരുമോ? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ടെന്ത് പ്രയോജനം? എല്ലാം നേടിയെന്ന് കരുതുന്നിടത്ത് ശുഷ്കതയാണ് ഞാൻ അനുഭവിക്കുന്നത്. എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുന്നിടത്ത് എനിക്ക് സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഈ അവസരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം, മക്കളെ സമർപ്പിച്ചു കൊടുക്കാം, ജീവിത പങ്കാളിയെ സമർപ്പിച്ചു കൊടുക്കാം, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എൻ്റെ ദുരവസ്ഥ, എൻ്റെ വേദന, എൻ്റെ രോഗം, എൻ്റെ സമാധാനമില്ലായ്മ, എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. വന്നുപോയ കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഉൾക്കാഴ്ചകൾ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിനെ നേടുവാനുള്ള ഒരു ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ദുരിതം, എൻ്റെ ക്ലേശം, എൻ്റെ വേദന ഈ ലോകത്തോട് മാത്രം ബന്ധപ്പെടുത്തി ജീവിച്ചതിൻ്റെ ഫലമാണെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കുവാനായിട്ട്, നിത്യജീവത്തിലേക്ക് നോക്കുവാനായിട്ട്, വചനമനുസരിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി സമയത്തൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, ലഘുവാണ് എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ വചനം നമുക്ക് തന്നുകൊണ്ട് പറയുകയാണ്, ഈ വചനം നീ സ്വീകരിക്കുക. എൻ്റെ കൽപ്പനകൾ നീ പാലിച്ചാൽ നിന്റെ ജീവിതത്തിൽ സമാധാനം നദി പോലെ ഒഴുകത്തില്ലേ? ഇന്നെൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ കൽപ്പന ലംഘനത്തിൻ്റെ മേഖല എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, എൻ്റെ ഹൃദയം എൻ്റെ തമ്പുരാന് ഞാൻ കൊടുക്കാതിരിക്കുന്നതിൻ്റെ കുറവ്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോയ ദുരവസ്ഥ, ഇതെല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെയും പാപ അവസ്ഥകളെ തമ്പുരാൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുത്തുകൊണ്ട് വിടുതൽ തരണമേ, മോചനം തരണമേ, ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നദ്ധി നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സിയോൻ പുത്രി, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ വലിയ അഭിഷേകം ഇന്ന് കർത്താവ് നമുക്ക് തരട്ടെ. കരഞ്ഞ് നിലവിളിച്ച് നമുക്ക് ഈ രാത്രിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ കടന്നു വരുന്ന വ്യക്തിയെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന, ദുർധപുത്രനെ സ്വീകരിക്കാൻ നിൽക്കുന്ന അപ്പനെ പോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു തമ്പുരാന്റെ മുമ്പിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്.
അന്യതാ മനസ്സാന്തരപ്പെട്ട് കടന്നു വരുന്ന പാപിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന വലിയ സ്നേഹമുള്ള അപ്പനാണ് നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കണം, ദൈവത്തിൻ്റെ മകളായിട്ട് ജീവിക്കണം. ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കുമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഞാനൊരു തീരുമാനമെടുക്കും. ഇനിയും ഞാൻ ജീവിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ഈ താൽക്കാലിക ജീവിതത്തിലാക്കിയിരിക്കുന്ന എൻ്റെ തമ്പുരാനെ പ്രതി ഇനിയുമുള്ള ജീവിതം ഞാൻ നയിക്കുമെന്നുള്ള തീരുമാനത്തിൽ നമുക്ക് ഈ തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ തമ്പുരാനെ നമുക്ക് സ്തുതിക്കാൻ ചൊല്ലത്തരുന്ന പ്രാർത്ഥന ഏറ്റുകൊല്ലുക. ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തില് സംഭവിച്ചു പോയ എല്ലാ കുറവുകളും എല്ലാ പോരായ്മകളും അവിടുന്ന് കരുണാപൂർവം ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലെ അടിസ്ഥാന തിന്മകള് എടുത്തു കളയുവാൻ അഹങ്കാരം, കോപം, ആസക്തി, വെറുപ്പ്, കൊതി, അസൂയ ആദിയായ സർവവിധമായ തിന്മകളും എടുത്തു കളയുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ, അനുഗ്രഹം നൽകണമേ. അനുതപിക്കുന്ന ഭാവിയെ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയെ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെല്ലാവരെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. തകർന്ന ജീവിതം നയിക്കുന്ന തകർന്ന കുടുംബങ്ങളെ അവിടുന്ന് നവീകരിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യുവാക്കന്മാരെ, യുവതികളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാല്, തിരക്തത്തിന്റെ ശക്തിയാല്, വിശുദ്ധ കുരിശിന്റെ ശക്തിയാല് ഈ മക്കളില്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലോകത്തിലുള്ള എല്ലാ മക്കളിലും പ്രവർത്തിക്കുന്ന ഈ അന്ധകാര നാരക ധരാത്മ ശക്തികളെ ഈ സമയത്ത് സഭയോട് ചേർന്ന് സഭയുടെ അധികാരം ഉപയോഗിച്ച് പൗരോഹിത്യ അധികാരത്തോടുകൂടി ഈ സമയത്ത് നിങ്ങളെ ബന്ധിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. രോഗങ്ങൾ വിട്ടുപോകട്ടെ. ക്യാൻസർ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. തളർവാദങ്ങൾ എഴുന്നേറ്റ് നടക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടട്ടെ. കടബാധ്യതകൾ വിട്ടുപോകട്ടെ. തകർച്ചകൾ വിട്ടുപോകട്ടെ. ശിഥിലമായിരിക്കും ദാമ്പത്യ ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ. കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനം കടന്നു വരട്ടെ എന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിലെ എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. രോഗങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിലെ പൈശാചിക പീഡനങ്ങൾ വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. കുടുംബത്തെ തകർക്കുന്ന, വ്യക്തികളെ തകർക്കുന്ന, മക്കളെ തകർക്കുന്ന, ദാമ്പത്യ ജീവിതങ്ങൾ തകർക്കുന്ന എല്ലാ പൈശാചിക പീഡന അവസ്ഥകള് ഈ സമയത്ത് യേശു നാമത്തിൽ ബന്ധിക്കപ്പെട്ട് യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് കടന്നു പോകട്ടെ എന്ന് ഈ നിമിഷം കൽപ്പിക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, യേശുവിന്റെ നാമത്തില് കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ,
വലിയ വിടുതൽ സംഭവിക്കട്ടെ. ജീവിക്കുന്ന ദൈവമാണെന്ന് ഈ നിമിഷം എല്ലാവരും അനുഭവിക്കട്ടെ. വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിക്കട്ടെ ദൈവമേ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ബന്ധനമഴിയട്ടെ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവർക്ക് ആവശ്യമായ എല്ലാ വിടുതൽ ഈ സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവര് പ്രാർത്ഥിക്കുന്നതെല്ലാം കർത്താവേ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ കർത്താവേ. ബന്ധനമഴിയുന്ന സ്വതന്ത്ര അവസ്ഥ ഉണ്ടാകട്ടെ കർത്താവേ. വലിയ അനുഭവത്തിലേക്ക് മക്കൾ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതുമേ. ലോകത്തിന്റെ ഏത് ഭാഗത്തും നിന്ന് ആയിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരിലേക്ക് അവിടുത്തെ ശക്തി കടന്നു ചെല്ലട്ടെ. വിടുതലിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടട്ടെ. വിവാഹ തടസ്സം മാറിക്കിട്ടട്ടെ. മക്കളുണ്ടാകാൻ തടസ്സമായിരിക്കുന്ന അവസ്ഥകളെല്ലാം മാറിക്കിട്ടട്ടെ. കർത്താവേ, ചികിത്സയ്ക്ക് വലിയ ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ ഈ നിമിഷം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഭവങ്ങൾ കർത്താവേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആയിരുന്നു കൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കൾ അനുഭവിക്കട്ടെ കർത്താവേ. വലിയ അനുഭവം ഈ രാത്രിയിൽ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവിടുന്ന് തന്നെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. ജീവിക്കുന്ന കർത്താവേ അവിടുത്തെ ശക്തി മക്കളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഇവിടുന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ ദൈവമേ. വ്യാപിക്കട്ടെ കർത്താവേ. എല്ലാം മിനിസ്ട്രീസിനെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഈ സ്ഥലത്തുനിന്ന് കർത്താവേ അവിടുത്തെ പദ്ധതി അനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്ന എല്ലാം വലിയ ശക്തിയായിട്ട് അനുഗ്രഹമായിട്ട് ലോകത്തിലേക്ക് വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, തിരുസഭയെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, തിരുസഭയ്ക്ക് വേണ്ട അനുഗ്രഹങ്ങൾ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, തിന്മയുടെ ഭീഷണി എന്ന സഭയെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ മേലധ്യക്ഷന്മാരെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ദൈവമേ, വലിയ ഇടപെടൽ അവിടെ നിന്നുണ്ടാ നടത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭയിലൂടെ കർത്താവേ ഈ ജനത്തിന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭ മക്കള് കൂടുതലുള്ള വിശ്വാസത്തെ തീഷ്ണതയുള്ളവരായിട്ട് തീരുവാൻ ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തിരുസഭയുണരട്ടെ. ദൈവരാജ്യം വളർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവരാജ്യം വളർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവരാജ്യം വളർന്നിടട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി നമ്മുടെ എല്ലാവിധമായ ആവശ്യങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മളോട് പ്രാർത്ഥന ചോദിച്ചുള്ള ഓരോ വ്യക്തിയുടെ ആവശ്യം അവരെല്ലാം അറിയുന്ന തമ്പുരാൻ ധാരാളമായിട്ട് ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ശാലോം മിനിസ്ട്രിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭയിലെ വൈദികരെയും മേലധ്യക്ഷരെയും സന്യസ്തരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കൂടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് യാചിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ കൃപ ഈ സമയത്ത് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ.
ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാനും വേണ്ടി നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ഇതുവരെ ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ രാത്രി ആരാധന, ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിട്ട് തീരട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവിനെ നമുക്ക് ഈ സമയത്ത് ആശീർവാദം സ്വീകരിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമുറപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക
നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യേ